അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രിയ ഹബീബ് മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സൃഷ്ടിപ്പിൽ വളരെയധികം നമുക്ക് പാഠം നൽകിയിട്ടുണ്ട്. ഒരു മേഖലയിലും ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ന്യൂനത വന്നുകൂടാ എന്നുള്ള നിർബന്ധ ഷാഢ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചിട്ടുണ്ട്. അവിടുത്തെ വിശേഷണം ചെയ്യുന്ന ഹദീസുകളിലൂടെ നമുക്ക് കാണുന്ന ഏറ്റവും വലിയ പാഠവും അത് തന്നെയാണ്. ഒരു നേതാവിന് എന്തൊക്കെ തരം ഗുണങ്ങൾ വേണമോ അതെല്ലാം സമ്മേളിച്ച, ഏതൊക്കെ തരം സ്വഭാവ വിശേഷണങ്ങൾ വേണോ അതൊക്കെ സമ്മേളിച്ചിട്ടുണ്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ സൃഷ്ടിപ്പിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ന്യൂനതകളെല്ലാം മറച്ചു വെച്ചുകൊണ്ട് അത് ലവലേശം വരാത്ത രൂപത്തിൽ സൂക്ഷ്മതയോടുകൂടെയാണ് ആ സൃഷ്ടിപ്പ് നടന്നിട്ടുള്ളത്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശാരീരിക മികവ് പറയുന്നിടത്ത് വ്യക്തമായിട്ട് നമുക്ക് കാണാം. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അധികം ഉയർന്നവരോ കുറിയവരോ ആയിരുന്നില്ല. ഒരു മിതത്വമായിട്ട് ഒരു ഒത്ത ശരീരമെന്ന് പറയത്തക്ക വിധത്തിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൈറ്റ് ക്രമീകരിച്ചിട്ടുണ്ട്. സദസ്സിലൂടെ നോക്കുന്ന സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സദസ്സിൽ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന ഒരു ശരീരപ്രകൃതമായിരുന്നു മുത്തുനബിക്കുണ്ടായിരുന്നത്. നടന്നു പോകുന്ന സമയത്തും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നീളമുള്ളവരുടെ കൂടെയാണെങ്കിലും കുറിയവരുടെ കൂടെയാണെങ്കിലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്പെഷ്യൽ ശരീരപ്രകൃതം തങ്ങൾക്കുണ്ടായിരുന്നു. ഒരു സദസ്സിൽ ഇരിക്കുന്ന സമയത്തും ആ ഇരിക്കുന്ന ഇരുത്തവും മുത്തുനബിയെ വല്ലാതെ പ്രത്യേകതയോടെ മറ്റുള്ളവർക്ക് കാണാൻ പറ്റുന്ന രൂപത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അത്രയും ശാരീരിക മികവിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൃഷ്ടിപ്പ് അള്ളാഹു നടത്തിയിട്ടുണ്ട്. അലി റളിയല്ലാഹു അൻഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശേഷണം ചെയ്തുകൊണ്ട് പറയുന്നുണ്ട്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നീണ്ടവരോ കുറിയവരോ ആയിരുന്നില്ല. അവിടുത്തെ പാദവും അവിടുത്തെ മുഷ്ടിയും ദൃഢമുള്ളതായിരുന്നു. വലിയ ശിരസ്സും തടിച്ച് സന്ധിയുമുള്ള രോമനിബിഡമായ ശരീരമായിരുന്നു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉണ്ടായിരുന്നത്. അലി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലൂടെ പറയുകയാണ്, നടക്കുന്ന സമയത്ത് ഉയരങ്ങളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്നത് പോലെ തോന്നിക്കുമാറായിരുന്നു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നടത്തം ഉണ്ടായിരുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുന്നതിന് മുമ്പോ ശേഷമോ അങ്ങനെയൊരു ശരീരപ്രകൃതം ഞാൻ കണ്ടിട്ടില്ല എന്ന് അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്. അത്രയും എല്ലാവർക്കും തൃപ്തികരമായ ഒരു സന്തോഷം തുളുമ്പുന്ന ഒരു ശരീരപ്രകൃതം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടായിരുന്നു. അലി റളിയല്ലാഹു അൻഹു തന്നെ മറ്റൊരു ഹദീസിൽ പറയുന്നുണ്ട്, ഒരിക്കൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ കഅബയിലേക്ക് അടുത്തുകൊണ്ട് നടന്നു പോകുന്ന സമയത്ത് മുത്തുനബി ഒരു സ്ഥലത്ത് ഇരിക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ അവിടെ ഇരുന്ന സാഹചര്യത്തിൽ അവിടുന്ന് എൻ്റെ ചുമലിലിരുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും വഹിച്ച് എന്നോട് എഴുന്നേൽക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. ഞാൻ ധൈര്യസമേതം എഴുന്നേൽക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ എനിക്ക് എഴുന്നേൽക്കാൻ സാധിക്കുന്നില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വഹിക്കാനുള്ള ശേഷി എനിക്കില്ലായിരുന്നു. അവിടുത്തെ ചുമന്നുകൊണ്ട് എഴുന്നേൽക്കാൻ ആ എഴുന്നേൽക്കുന്ന ഉദ്യമത്തിൽ ഞാൻ പരാജയപ്പെട്ടു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എൻ്റെ ചുമലിൽ നിന്ന് മാറി അവിടുന്ന് എന്നോട് അവിടുത്തെ ചുമലിൽ കയറാൻ വേണ്ടി പറഞ്ഞു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെയും ചുമന്നുകൊണ്ട് എഴുന്നേറ്റു. ആകാശത്തേക്ക് ഉയരുന്ന രൂപത്തിൽ അത്രയും വളരെ വേഗതയിൽ എന്നെയും വഹിച്ചുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉയർത്തെഴുന്നേറ്റത് എനിക്ക് വല്ലാതെ അത്ഭുതം തോന്നി എന്ന് അലി റളിയല്ലാഹു അൻഹു മറ്റൊരു ഹദീസിൽ പറയുന്നുണ്ട്. ഒത്ത മനുഷ്യനാണ് എന്ന് പറയുമ്പോഴും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഒരു ശേഷി വർണ്ണിക്കുവാനാണ് അലി റളിയല്ലാഹു അൻഹു ഈ ഒരു ഹദീസിൽ ഇങ്ങനെ വർണ്ണിച്ചിട്ടുള്ളത്. അപ്പോൾ അത്രത്തോളം മറ്റൊരു വ്യക്തിക്ക് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുന്ന സമയത്ത് ഒരു ചെറിയ ആളാണോ അതല്ല വലിയ വലുപ്പം കൊണ്ട് വലിയ ആളാണോ എന്നുള്ള രൂപത്തിലൊന്നും ഒരു വിശേഷണം കൊണ്ടും മുത്തുനബിയെ ഇകഴ്ത്താനോ
അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിപ്പിൽ ഉണ്ടായിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇനി അങ്ങനെ ചെറുതായി പറയുമ്പോൾ അവിടുത്തെ ശേഷി ചെറുതായി പോയി തോന്നുമോ എന്ന് നിങ്ങൾ സംശയിച്ചു പോകണ്ട എന്നുള്ള രൂപത്തിൽ കൂടിയാണ് അലി റളിയല്ലാഹു അൻഹു ഇത്രയും ബലം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉണ്ടായിരുന്നു എന്ന് വീണ്ടും വിശേഷിപ്പിച്ച് പറഞ്ഞത്. ഇത്രത്തോളം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൃഷ്ടിപ്പിൽ അള്ളാഹു വലിയ കരുതൽ നടത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാനാണ് ഇത്രത്തോളം ഹദീസുകൾ ഇവിടെ പറയുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരപ്രകൃതം വിശാലമാക്കുന്ന ഒരുപാട് ഹദീസുകൾ നമുക്ക് മുമ്പിലുണ്ട്. അവിടുത്തെ മനസ്സിലാക്കാനും അവിടുത്തെ ആ ശരീരപ്രകൃതവും അവിടുത്തെ ശൈലികളും നമ്മുടെ ജീവിതത്തിൽ പരമാവധി മനസ്സിലാക്കാനും അവിടുത്തെ പകർത്താൻ പറ്റുന്ന മേഖലകളെ പകർത്താനും നമ്മുടെ ജീവിതത്തിൽ പരമാവധി ശ്രദ്ധിക്കണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.